ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്നറിയോ, ഇന്ന് നാളികേര ചമ്മന്തിയും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു മുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളിയുടെ ഒന്ന് ഫുൾ എടുക്കില്ല, പകുതി എടുക്കുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി, ഉപ്പുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നാളികേരം ചിരകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം ചിരവട്ടെ. ഇന്ന് രാവിലെ ഉണ്ണിക്കുട്ടൻ ഇതാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചമ്മന്തിയെ. പിന്നെ വേറെ നല്ല ഉണ്ണിക്കുട്ടൻ കൂടുതലും കൊണ്ടുപോയ കിഴങ്ങ് പൊരിച്ചത്, സോയാബീനൊക്കെയാണ് കേട്ടോ. പക്ഷേ അത് അല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ഉണ്ണിക്കുട്ടന് ഇഷ്ടം ഈ ചമ്മന്തിയാണ് കേട്ടോ. ചോറിൽ കുഴച്ചൊക്കെ തിന്നാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചൂടുള്ള ചോറൊക്കെ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നമ്മളെ സാധാരണക്കാർക്കൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിത് ഒരു മുറി നാളികേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രാവിലെ കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മോനും ഏട്ടനും അവർക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ സാമ്പാറും മീനും അങ്ങനെയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പോകുമ്പോൾ രാവിലെ കുറച്ച് നേരം പണികളാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കറികളൊക്കെ കുറവാകും. പിന്നെ വീണ്ടും ഞാൻ ഉണ്ടാക്കാറാണ് കേട്ടോ. ഒരു ചെറിയ വല്യുള്ളി കേട്ടോ, ആ വല്യുള്ളിയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഷ്ണം നോക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ജാറിൽ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇത് കുറച്ച് മുളക് പൊടി കേട്ടോ, കണ്ടോ, കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും. ഉപ്പ് കുറച്ച് പാകത്തിന് വേണം കേട്ടോ. അപ്പോഴേ ഞാനത് ഈ ജാറിക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ, അരച്ചെടുക്കാൻ. ഇതേ നല്ല ടേസ്റ്റാണ് കേട്ടോ, കാരണം കുട്ടികൾക്കൊക്കെ ചോറിക്കൊക്കെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. മോളും ഇതേപോലെ തന്നെ അവർ സ്കൂളിലേക്ക് മുട്ട കൊണ്ടുപോകും ഇടയ്ക്ക്. പിന്നെ മീനൊന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ തോരനോ അങ്ങനെ ഇതേപോലെ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അവർ കൊണ്ടുപോവുക. അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഉപ്പേരി ഇതേപോലെ തന്നെ ചമ്മന്തി ഇതൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോകാറുള്ളതും. അപ്പം ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇതിലെങ്ങനെ അറിയോ, വലിയ ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ഇടാം കേട്ടോ. എന്നിട്ടാലും വലിയ ഉള്ളീൻ്റെ ടേസ്റ്റും ചെറിയ ഉള്ളീൻ്റെ ടേസ്റ്റും ഒക്കെ ചമ്മന്തിയിൽ ഇടുമ്പോൾ ഒരേ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അരച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാളികേര ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇനി പാത്രത്തേക്ക് മാറ്റുകയാണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. മക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളികേര ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ചോറിലേക്ക് കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചൂടുള്ള ചോറ് എന്ന് പറഞ്ഞാൽ നല്ലോണം കുഴച്ച് കഴിക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്കൊരു ഉണക്കമീനും വേണം കേട്ടോ. എനിക്ക് എന്താണെങ്കിലും ഒരു ഉണക്കമീൻ്റെ പൊട്ടെങ്കിലും വേണം കേട്ടോ, എനിക്കതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.